Okay students, welcome to the online class of PACE Education. My name is Biju, Director of PACE Education. So എൻ്റെ സബ്ജക്റ്റ് സുവോളജി ആണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് വന്ന നിങ്ങൾക്ക് സുവോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. സോ ഓൾറെഡി നിങ്ങൾക്ക് ബോട്ടണി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. സോ 10ാം ക്ലാസ്സിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലോട്ട് വരുമ്പോഴുള്ള വ്യത്യാസം ബയോളജി നമ്മൾ രണ്ടായി തിരിച്ച് പഠിക്കുന്നു. ബോട്ടണി എന്നും സുവോളജി എന്നും. ബോട്ടണി എന്ന് പറയുന്നത് സസ്യങ്ങളെ കുറിച്ചുള്ള പഠനം, സ്റ്റഡി ഓഫ് പ്ലാന്റ്സ്. സുവോളജി എന്ന് പറയുന്നത് ആനിമൽസിനെ കുറിച്ചുള്ള പഠനം, സ്റ്റഡി ഓഫ് ആനിമൽസ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്, ഒരു സെക്ഷനാണ് സുവോളജി എന്ന് പറയുന്നത്. ആനിമൽസിനെ കുറിച്ച് ബയോളജി 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരുന്നു. അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആനിമൽസിനെ കുറിച്ചുള്ള പഠനമായിരിക്കും അല്ലെ, സുവോളജി. സോ സുവോളജിയിലോട്ട് നമുക്ക് പോകും, +1 സുവോളജിയിലോട്ട് പോകും. സോ +1 സുവോളജിയിലോട്ട് പോകുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ +1 സുവോളജി പഠിക്കാനുള്ള ചാപ്റ്ററുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. സോ നിങ്ങൾക്ക് സുവോളജി എന്നോ ബോട്ടണി എന്നോ രണ്ട് വ്യത്യസ്ത ടെക്സ്റ്റുകളൊന്നും +1 ഇല്ല. ഒരൊറ്റ ടെക്സ്റ്റാണ് ഉള്ളത്, ബയോളജി എന്ന ഒറ്റ ടെക്സ്റ്റ്, NCERT തയ്യാറാക്കുന്ന ബയോളജി ടെക്സ്റ്റ്. അതിനകത്ത് മൊത്തം 11 22 ചാപ്റ്ററുകളാണ് ഉള്ളത്. മൊത്തം 22 ചാപ്റ്ററുകൾ. അതിൽ 11 ചാപ്റ്റർ ബോട്ടണി ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 11 ചാപ്റ്റർ സുവോളജിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. 11 ചാപ്റ്റർ ബോട്ടണിയും 11 ചാപ്റ്റർ സുവോളജി. അതിൽ 11 ചാപ്റ്ററുകളിൽ സുവോളജിയിൽ നമുക്ക് പഠിക്കാനുള്ള 11 ചാപ്റ്ററുകളിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ. സോ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് ഇങ്ങനെയാണ്, ലിവിംഗ് വേൾഡ് എന്നാണ്. ചാപ്റ്ററിന്റെ പേര് ഇങ്ങനെയാണ്, ലിവിംഗ് വേൾഡ്. ലിവിംഗ് വേൾഡ്, ദ ലിവിംഗ് വേൾഡ്. ചാപ്റ്ററിന്റെ പേര് എന്താണ്? ലിവിംഗ് വേൾഡ്. ജീവലോകം. ജീവലോകം, ജീവനുള്ളവരുടെ ലോകം, ഈ പ്രപഞ്ചം. ജീവനുള്ളവർ എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, മൈക്രോ ഓർഗാനിസംസ് എല്ലാം കൂടെ വരുന്നു. ജീവജാലങ്ങളെ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് തരുന്ന ചാപ്റ്ററാണ് ലിവിംഗ് വേൾഡ്. സോ നമ്മുടെ ഫസ്റ്റ് ഇയർ ബയോളജിയിലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ലിവിംഗ് വേൾഡ്. അത് സുവോളജിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞത് ഒരു പ്യുവർ സുവോളജി ചാപ്റ്റർ അല്ല, ബോട്ടണിയും സുവോളജിയും കൂടെ മിക്സ് ആയി വരുന്ന ഒരു ചാപ്റ്ററാണ്. ജീവജാലങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ബയോളജി പഠിക്കാൻ വരെ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു ചാപ്റ്റർ തരുമ്പോൾ അതൊരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണെന്ന് മനസ്സിലാക്കുക. പൊതുവായിട്ട് ബയോളജിയെ കുറിച്ച് നമ്മൾ അറിയേണ്ട കുറച്ച് വസ്തുതകൾ, അതിൽ സസ്യങ്ങളെ കുറിച്ചും മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ചും ആനിമൽസിനെ കുറിച്ചും എല്ലാം ഉണ്ട്. പൊതുവായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഇതെല്ലാം പഠിക്കും. നമ്മളിത് പഠിക്കാൻ പോവുകയും ലിവിംഗ് വേൾഡ്. സോ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് ലിവിംഗ് വേൾഡ് എന്നാണ്. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് ഇങ്ങനെയാണ്, ആനിമൽ കിങ്ഡം. ആനിമൽ കിങ്ഡം, ജന്തുലോകം. ഫസ്റ്റ് ഇയർ സുവോളജിയിലെ ഏറ്റവും വലിയ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ ആനിമൽ കിങ്ഡം. ഈ ഭൂമിയിലുള്ള മൊത്തം ആനിമൽസിനെ കുറിച്ചും അവരെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, അവരുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ചാപ്റ്ററിന്റെ പേര് എന്താണ്? ആനിമൽ കിങ്ഡം. തേർഡ് ചാപ്റ്ററിന്റെ പേര് ഇങ്ങനെയാണ്, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്നാണ്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. ആനിമൽസിന്റെ സ്ട്രക്ചർ, ഘടന, ബോഡി എങ്ങനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നു. ഒരു ആനിമലിന്റെ ബോഡി എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? നമുക്കറിയാം, ഏതൊരു ആനിമലിന്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെൽസ് കൊണ്ടാണ്. സെല്ലുകൾ കൂടി ചേർന്ന ടിഷ്യൂസ് ഉണ്ട്, കലകളുണ്ടെന്ന് പറയുന്നു അല്ലെ. ശരീരത്തിലുള്ള വിവിധ തരം ടിഷ്യൂസ് ഉണ്ട്. നിങ്ങൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട്. എപ്പിത്തീലിയൽ ടിഷ്യൂ, മലയാളത്തിൽ ആവരണകല, കണക്റ്റീവ് ടിഷ്യൂ, യോജകകല, മസ്കുലാർ ടിഷ്യൂ, പേശീകല, ന്യൂറൽ ടിഷ്യൂ, നാഡീകല. ഇങ്ങനെ ശരീരത്തിൽ നിർമ്മിതമായിരിക്കുന്ന ഒരു ആനിമലിന്റെ ബോഡിയിൽ കാണപ്പെടുന്ന വിവിധ തരം ടിഷ്യൂസിനെ കുറിച്ച്, സെൽസും അവർ ചേർന്നിട്ടുണ്ടായ ടിഷ്യൂസ്, കലകളെ കുറിച്ചും എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. നാലാമത്തെ ചാപ്റ്ററിന്റെ പേര് ഇങ്ങനെയാണ്, ബയോ മോളിക്യൂൾസ്. നമ്മുടെ ഫസ്റ്റ് ഇയർ സുവോളജിയിൽ നമ്മളെ വളരെയധികം കുഴയ്ക്കുന്ന ഒരു വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ബയോ മോളിക്യൂൾസ്. ആക്ച്വലി കുറച്ച് കെമിസ്ട്രിയും കൂടെ ചേർന്ന് വരുന്നതാണ്. ബയോ കെമിസ്ട്രി എന്ന ബ്രാഞ്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, കെമിസ്ട്രിയിൽ ബയോളജിയുടെ ആപ്ലിക്കേഷൻ വരുന്നു, അല്ലെങ്കിൽ ബയോളജിയിൽ കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻ വരുന്നു എന്ന് പറയാം. ചില ഓർഗാനിക് കോമ്പൗണ്ട്സ്, നമ്മുടെ ബോഡിക്കകത്ത് കാണുന്ന ചില ഓർഗാനിക് കോമ്പൗണ്ട്സിലൂടെയൊക്കെ സ്ട്രക്ചറും അവരുടെ ആപ്ലിക്കേഷൻസും അവരുടെ ഫങ്ഷൻസിനെ കുറിച്ച് പഠിക്കുന്നതാണ് ബയോ കെമിസ്ട്രി.
ഓക്കെ, ശരീരത്തിലുള്ള ബയോ മോളിക്യൂൾസ് എന്നൊക്കെ പറയാം. ശരീരത്തിലുള്ള ചില കെമിക്കൽസ്, ചില രാസവസ്തുക്കൾ, അവരുടെ സ്ട്രക്ചറും അവരുടെ ഫങ്ഷൻസും അവരുടെ ആപ്ലിക്കേഷനും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ബയോ മോളിക്യൂൾസ്. വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുമാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുമാണ്. ഇത്തിരി ഡിഫിക്കൽട്ട് ആണ്. സോ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാതെ ബയോ മോളിക്യൂൾസ്. അടുത്ത ചാപ്റ്ററിന്റെ പേര് ഇങ്ങനെയാണ്. ഇനി നമുക്കുള്ള മൊത്തം 4 ചാപ്റ്റർ കഴിഞ്ഞ് ഇനി മൊത്തം 11 7 ചാപ്റ്ററാണ് ഉള്ളത്. ഈ 7 ചാപ്റ്റർ നമ്മൾ ഹ്യൂമൻസിനെ കുറിച്ച് മാത്രം, നമ്മുടെ ശരീരത്തെ കുറിച്ച്, മനുഷ്യ ശരീരത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ വിവിധ തരം സിസ്റ്റംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആണ്. എന്താണ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ? നമ്മുടെ ശരീരത്തില് ഡൈജഷൻ, ദഹനവും ആഗിരണവും എങ്ങനെ നടക്കുന്നു? ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ഓക്കെ, ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ഡൈജഷനും അബ്സോർപ്ഷനും. നമ്മൾ കഴിക്കുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ സങ്കീർണമായ ഫുഡ് മോളിക്യൂൾസ് എങ്ങനെ ബ്രേക്ക് ഡൗൺ നടക്കുന്നു, എങ്ങനെ അത് വിഘടിച്ച് ചെറിയ ചെറിയ മോളിക്യൂൾസ് ആയി മാറുന്നു, ഈ ബ്രേക്ക് ഡൗൺ ചെയ്ത ചെറിയ മോളിക്യൂൾസിനെ നമ്മുടെ ബോഡി എങ്ങനെ അബ്സോർബ് ചെയ്യുന്നു, നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്ന ഡൈജസ്റ്റീവ് പ്രോസസ് എങ്ങനെയാണ്, ഡൈജസ്റ്റീവ് എൻസൈംസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചുരുക്കി പറഞ്ഞ മനുഷ്യനിലെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹനേന്ദ്രിയ വ്യവസ്ഥയെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. അടുത്ത ചാപ്റ്റർ പേരാണ് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. എന്താ ചാപ്റ്ററിന്റെ പേര്? ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. മനുഷ്യരുടെ ശ്വസന വ്യവസ്ഥ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം. നമുക്കറിയാം, നമ്മളിപ്പോ എല്ലാവരും ഒരു കോവിഡ് പാൻഡമിക്കിലാണ്. കൊറോണ വൈറസ് ഉണ്ടാക്കുന്ന COVID-19 എന്ന് പറയുന്ന ഡിസീസിന്റെ ആ മഹാമാരിയുടെ ഇതിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്, അല്ലേ? നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട് ഈ കൊറോണ വൈറസ് ബാധിക്കുന്നത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെയാണെന്ന്, ശ്വസന വ്യവസ്ഥയാണെന്ന്. അപ്പൊ വളരെ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉള്ളവരൊക്കെ വളരെ പെട്ടെന്ന് ഇത് അഫക്ട് ചെയ്യപ്പെടും, നല്ല രീതിയിൽ അഫക്ട് ചെയ്യപ്പെടും, അല്ലെ? അപ്പൊ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഗ്യാസുകളുടെ എക്സ്ചേഞ്ച് എങ്ങനെയാണ് നടക്കുന്നത്, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ ബാധിക്കുന്ന വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുന്നു. അടുത്ത ചാപ്റ്റർ പേര് ഇങ്ങനെയാണ് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. ശരീരത്തിലെ ഫ്ലൂയിഡുകളും അവരുടെ സർക്കുലേഷനും. ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. ശരീരത്തിലെ ദ്രാവകങ്ങൾ, ധാരാളം ഫ്ലൂയിഡ്സ് ഉണ്ട്, ബ്ലഡ് ഉണ്ട്, ലിംഫ് ഉണ്ട്, അല്ലെ? ശരീരത്തിലെ ഫ്ലൂയിഡുകൾ ഏതൊക്കെയാണ്, അവരുടെ സർക്കുലേഷൻ എങ്ങനെയാണ്, അവരെങ്ങനെ ബോഡിയിൽ കൂടി സഞ്ചരിക്കുന്നു. പ്രധാനമായും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് മനുഷ്യനിലെ സർക്കുലേറ്ററി സിസ്റ്റം, രക്തപര്യന വ്യവസ്ഥ എന്ന് പറയാം. ശരീരത്തിലെ പ്രധാനപ്പെട്ട ബോഡി ഫ്ലൂയിഡ് ആണല്ലോ ബ്ലഡ്. ഈ ബ്ലഡ് എന്താണ്, ബ്ലഡിന്റെ കമ്പോണൻസ് എന്താണ്, ബ്ലഡിനെ കൊണ്ടുവന്ന ബ്ലഡ് വെസൽസ് ഏതൊക്കെയാണ്, ബ്ലഡിനെ പമ്പ് ചെയ്യുന്ന ഹാർട്ട്, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഫംഗ്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ, മനുഷ്യന്റെ ഹാർട്ടിനെ ബാധിക്കുന്ന, സർക്കുലേറ്ററി സിസ്റ്റത്തെ ബാധിക്കുന്ന ഡിസോർഡേഴ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററാണ് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ, മനുഷ്യനിലെ രക്തപര്യന വ്യവസ്ഥ. അടുത്ത ചാപ്റ്റർ പേര് ഇങ്ങനെയാണ് എക്സ്ക്രീറ്ററി products and their elimination. Excretory products and their elimination. മനുഷ്യനിലെ വിസർജ്യ വസ്തുക്കളും അവരുടെ എലിമിനേഷൻ. എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ്. എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന ശരീരത്തിൽ ഉണ്ടാവുന്ന വേസ്റ്റുകൾ, ഡൈജസ്റ്റീവ് വേസ്റ്റുകൾ പുറന്തള്ളുന്ന പ്രക്രിയ. നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ഡൈജഷൻ ഫലമായിട്ടുണ്ടാകുന്ന വേസ്റ്റുകൾ പുറന്തള്ളുന്ന പ്രക്രിയയാണ് എക്സ്ക്രീഷൻ. അല്ല, തെറ്റാണ് കേട്ടോ. നമ്മുടെ ഡൈജഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന വേസ്റ്റുകൾ പുറന്തള്ളുന്ന പ്രക്രിയക്ക് നമ്മൾ പറയുന്ന പേര് ഇജഷൻ എന്നാണ്. ഇജഷൻ. EGESTION എന്നാ പറയുന്നത്. ഇജഷൻ എന്നാ പറയുന്നത്. ഇജഷൻ. അതൊക്കെ നമ്മൾ ഡൈജഷൻ എന്നോട് ചാർത്തി പഠിക്കും. സോ വേഗം ഓർത്തിരിക്കുക എന്താണ് ഇജഷൻ. ഇജഷൻ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ഡൈജഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന വേസ്റ്റുകൾ പുറന്തള്ളുന്ന, ഏനസിലൂടെ പുറന്തള്ളുന്ന പ്രക്രിയക്ക് പറയുന്ന പേര് ഇജഷൻ.
എന്താണ് എക്സ്ക്രീഷൻ എന്ന് ചോദിച്ചാല്, എക്സ്ക്രീഷൻ എന്താണെന്ന് ചോദിച്ചാല് നമ്മുടെ ബ്ലഡിലുള്ള വേസ്റ്റുകൾ പ്രധാനമായിട്ട് യൂറിയ, യൂറിക് ആസിഡ്, അമോണിയ തുടങ്ങിയ ബ്ലഡിൽ കലർന്നിരിക്കുന്ന, ബ്ലഡിൽ കിടക്കുന്ന നൈട്രോജനസ് ആയിട്ടുള്ള, നൈട്രജൻ അടങ്ങി, യൂറിയയിലും യൂറിക് ആസിഡ്, അമോണിയയിലൊക്കെ മെയിൻ എലമെന്റ് എന്ന് പറയുന്ന നൈട്രോജൻ ആണ്. ഈ പറഞ്ഞ വേസ്റ്റുകൾ, ബ്ലഡിൽ കിടക്കുന്ന വേസ്റ്റുകളെ അരിച്ചു മാറ്റി പുറന്തള്ളുന്ന പ്രക്രിയയാണ് എക്സ്ക്രീഷൻ. എലിമിനേഷൻ ഓഫ് മെറ്റബോളിക് വേസ്റ്റ് പ്രസന്റ് ഇൻ ദ ബ്ലഡ്. ബ്ലഡിൽ കിടക്കുന്ന മെറ്റബോളിക് വേസ്റ്റുകളെ പുറന്തള്ളുന്ന പ്രക്രിയ. ആ പ്രവർത്തനം ചെയ്യുന്ന ഓർഗനെ നമ്മൾ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയും. നമ്മുടെ മനുഷ്യന്റെ ഈ പറഞ്ഞ ബ്ലഡിലുള്ള വേസ്റ്റുകളെ അരിച്ചു മാറ്റി പുറന്തള്ളാൻ സഹായിക്കുന്ന അവയവമാണ് കിഡ്നീസ്. എ പെയർ ഓഫ് കിഡ്നീസ്, ഒരു ജോഡി വൃക്കകൾ, അവരാണ് നമ്മുടെ എക്സ്ക്രീറ്ററി ഓർഗൻ. അപ്പൊ ആ എക്സ്ക്രീറ്ററി സിസ്റ്റം, മനുഷ്യന്റെ വിസർജന വ്യവസ്ഥ, കിഡ്നീസിന്റെ സ്ട്രക്ചർ എന്താണ്, അവരുടെ ഫങ്ഷൻ എന്താണ്, അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവരെങ്ങനെയാണ് ബ്ലഡിലുള്ള വേസ്റ്റുകളെ അരിച്ചു മാറ്റുന്നത്, കിഡ്നിയെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, കിഡ്നിക്കകത്തുള്ള നെഫ്രോണുകളുടെ ഫങ്ഷൻസ് എങ്ങനെയാണ്, സ്ട്രക്ചർ എന്താണ് തുടങ്ങിയ മനുഷ്യന്റെ വിസർജന വ്യവസ്ഥയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ. മനുഷ്യരുടെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ഏതൊക്കെയാണ്, യൂറിയ, യൂറിക് ആസിഡ്, അമോണിയ, അവരെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്നു, അതിന്റെ മെക്കാനിസമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ചാപ്റ്ററിന്റെ പേര് ഇങ്ങനെയാണ്, ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്. മനുഷ്യന്റെ ലോക്കോമോഷനും മൂവ്മെന്റും, ചലനങ്ങൾ, മനുഷ്യന് നടക്കുന്ന വിവിധ തരം ചലനങ്ങൾ. മനുഷ്യന് പലതരത്തിലുള്ള ചലനങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ എന്റെ കൈ അനങ്ങുന്നുണ്ട്, തല അനങ്ങുന്നുണ്ട്, കണ്ണ് മൂവ് ചെയ്യുന്നുണ്ട്, അല്ലെ? ഇതൊക്കെ ചലനങ്ങളാണ്. അല്ല, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു, അപ്പൊ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കും, സ്ഥാനാന്തരണം സംഭവിക്കും. അപ്പൊ മനുഷ്യരിലെ വിവിധ തരം മൂവ്മെന്റുകളെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണ് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്. നമുക്കറിയാം, ഈ മൂവ്മെന്റ് എല്ലാം സഹായിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ബോൺസും മസിലുകളുമാണ് പ്രധാനമായും, അല്ലെ? ബോൺസും മസിൽസും, അസ്ഥികളും പേശികളുമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ ചാപ്റ്റർ പഠിക്കുന്നത് നമ്മുടെ മസ്കുലാർ സിസ്റ്റത്തെ കുറിച്ചും സ്കെലിറ്റൽ സിസ്റ്റത്തെ കുറിച്ചും, പേശി വ്യവസ്ഥയും അസ്ഥി വ്യവസ്ഥയും. മസ്കുലാർ സിസ്റ്റത്തെ കുറിച്ചും സ്കെലിറ്റൽ സിസ്റ്റത്തെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററാണ് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്. മനുഷ്യന്റെ വിവിധ തരം ചലനങ്ങൾ അതെങ്ങനെ സാധ്യമാകുന്നു. ഓക്കെ, സോ അടുത്ത 10ാമത്തെയും 11ാമത്തെയും ചാപ്റ്റർ ഒരു കോർഡിനേഷൻ ഉള്ള ചാപ്റ്ററാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ധാരാളം പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിച്ചു. ഡൈജഷൻ പഠിച്ചു, റെസ്പിറേഷൻ പറഞ്ഞു, സർക്കുലേഷൻ പറഞ്ഞു, എക്സ്ക്രീഷൻ പറഞ്ഞു, അല്ലെ? ലോക്കോമോഷൻ പറഞ്ഞു. ഇങ്ങനെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളെ എല്ലാം നമുക്ക് നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും വേണം. വേണ്ടേ? എല്ലാ പ്രവർത്തനങ്ങളും ഒരു കൺട്രോൾഡ് മാനറിലായിരിക്കണം, കൂടാനും കുറയാനും പാടില്ല. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു നിയന്ത്രണവും ഒരു ഏകോപനവും വേണം, കൺട്രോളും വേണം, കോർഡിനേഷനും വേണം. ഇത് സാധ്യമാക്കുവാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ 2 തരം സിസ്റ്റംസ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സിസ്റ്റത്തിന്റെ പേരാണ് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. അതായത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുവാനും കോർഡിനേറ്റ് ചെയ്യാനും കഴിവുള്ള ചില പ്രത്യേക തരം സെല്ലുകൾ, കോശങ്ങൾ ദൈവം നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അവർക്ക് പറയുന്ന പേരാണ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. എന്ത് പറയും? ന്യൂറോൺസ്, ന്യൂറോണുകൾ. ന്യൂറോണുകൾ വഴി നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യും കോർഡിനേറ്റ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. അതിനുള്ള ന്യൂറൽ സിസ്റ്റം, നെർവസ് സിസ്റ്റം, നാഡീ വ്യവസ്ഥ എന്ന് പറയും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ 10ാമത്തെ ചാപ്റ്ററിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ നാഡീ വ്യവസ്ഥയെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മുടെ നാഡീ വ്യവസ്ഥ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, ന്യൂറോൺസിന്റെ സ്ട്രക്ചർ എന്താണ്, അവര് ചെയ്യുന്ന ജോലി എന്താണ്, നമ്മുടെ ബ്രെയിനിന്റെയും സ്പൈനൽ കോഡിന്റെയും ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഓക്കെ, നമ്മുടെ സെൻസ് ഓർഗൻസ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, ഐയുടെയും ഇയറിന്റെയും പ്രവർത്തനം എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയി ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററാണ് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ചുരുക്കി പറഞ്ഞ നെർവസ് സിസ്റ്റത്തെ കുറിച്ച്, മനുഷ്യനിലെ നാഡീ വ്യവസ്ഥയെ കുറിച്ച് പഠിക്കുന്നു. ലാസ്റ്റ് ചാപ്റ്റർ എങ്ങനെയാണ്, കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ന്യൂറോണുകൾ വഴി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല.
ഓക്കെ, ന്യൂറോൺസ് വഴി എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ന്യൂറോൺസ് എന്ന് പറയുന്ന ന്യൂറോണുകൾ വഴിയുള്ള കൺട്രോൾ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആണ്, പക്ഷെ ഷോർട്ട് ലിവിഡ് ആണ്. കുറച്ച് സമയം മാത്രമേ ആ കൺട്രോൾ നിൽക്കത്തുള്ളൂ. വളരെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യും, പക്ഷെ ഷോർട്ട് ലിവിഡ് ആണ്. എന്നാൽ കുറേ സമയത്തേക്ക്, കുറേ നാളത്തേക്ക് ഒരു പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ലോങ് ലിവിഡ് ആയിട്ടുള്ള, കുറേ സമയം നിൽക്കുന്ന ഒരു പ്രവർത്തനം നമുക്ക് വേണം. അതിനുവേണ്ടി നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും കഴിവുള്ള ഒരു ലോങ് ലൈഫ് ഉള്ള ഒരു സിസ്റ്റം നമുക്കുണ്ട്. ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. എന്ത് പറയും? എൻഡോക്രൈൻ സിസ്റ്റം. മലയാളത്തില് അന്തസ്രാവി വ്യവസ്ഥ എന്നൊക്കെ പറയും. എൻഡോക്രൈൻ സിസ്റ്റം. ഗ്രന്ഥികൾ, ഗ്ലാൻഡ്സ്, എക്സോക്രൈനും എൻഡോക്രൈനും പഠിച്ചിട്ടുണ്ടെങ്കിൽ, നാളീ ഗ്രന്ഥികളും നാളീരഹിത ഗ്രന്ഥികളും നമ്മുടെ ശരീരത്തിലുള്ള പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും കഴിവുള്ള പ്രത്യേകതരം കെമിക്കൽസ് ഉണ്ട്, പ്രത്യേകതരം രാസവസ്തുക്കൾ. അവരെ നമ്മൾ ഹോർമോൺസ് എന്നൊക്കെയാ പറയുന്നത്. ഈ ഹോർമോണുകളെ ഉത്പാദിപ്പിക്കുന്ന സ്ട്രക്ചറുകൾക്ക്, അവയവങ്ങൾക്ക് പറയുന്ന പേരാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. അവർ ഉൾപ്പെടുന്ന സിസ്റ്റത്തെയാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ആ എൻഡോക്രൈൻ സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. ഇവിടെ കെമിക്കൽസ് എന്ന് ഉദ്ദേശിക്കുന്ന ഹോർമോൺസ് ആണ് കേട്ടോ. നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യും കോർഡിനേറ്റ് ചെയ്യുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്, അവർ ഉത്പാദിപ്പിക്കുന്ന ഗ്ലാൻഡുകൾ ഏതാണ്, ആ ഹോർമോൺസിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ്, ആ ഹോർമോൺസ് പ്രവർത്തിക്കുന്ന രീതി എങ്ങനെയാണ്, തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ 10ാമത്തെയും 11ാമത്തെയും ചാപ്റ്ററിൽ നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളുടെ കൺട്രോളും കോർഡിനേഷനാണ്. അതിൽ ഈ ചാപ്റ്ററിൽ മനുഷ്യരിലെ നാഡീവ്യവസ്ഥ, നെർവസ് സിസ്റ്റത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ചാപ്റ്ററിൽ മനുഷ്യ ശരീരത്തിലെ എൻഡോക്രൈൻ സിസ്റ്റം, അന്തസ്രാവി വ്യവസ്ഥ, ഹോർമോണുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയർ സുവോളജിയിൽ പഠിക്കാനുള്ള 11 ചാപ്റ്ററുകളെയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, 11 ചാപ്റ്ററിനെയും പരിചയപ്പെടുത്തി. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് ഒന്ന് മൂവ് ചെയ്യാൻ എന്തായാലും ഡയറക്റ്റ് ആയിട്ട്, അല്ലെ? ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് എന്തായിരുന്നു? ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് ലിവിങ് വേൾഡ് എന്നായിരുന്നു, അല്ലെ? ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് എന്താണ്? ലിവിങ് വേൾഡ്. ആ ലിവിങ് വേൾഡിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് എന്താണ്? ലിവിങ് വേൾഡ്, അല്ലെ? ജീവലോകം, ജീവനുള്ളവരുടെ ലോകം. വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ്, പക്ഷെ കുറച്ച് ബോറിംഗ് ആണ്. പക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ക്ലാസ് കാണുന്ന സമയത്ത് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് എടുക്കേണ്ടതാണ്. നല്ല രീതിയിൽ കുറെ കാര്യങ്ങൾ, വസ്തുതകളുള്ള കോൺസെപ്റ്റ്സ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. ഇൻട്രസ്റ്റോട് കൂടി ഇരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ലിവിങ് വേൾഡ്, ദ ലിവിങ് വേൾഡ്, ജീവലോകം, ജീവനുള്ളവരുടെ ലോകം. സോ ലിവിങ് വേൾഡിലോട്ട് വരുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് ലൈഫ്? എന്താണ് ലൈഫ് എന്ന് പറയുന്നത്? ജീവൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളെല്ലാവരും ലൈഫ് ഉള്ളവരാണല്ലേ. ആനിമൽസ് ആയാലും പ്ലാന്റ്സ് ആയാലും മൈക്രോ ഓർഗാനിസംസ് ആയാലും ലൈഫ് ഉള്ളവരാണ്, ജീവനുള്ളവരാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ലൈഫില്ല. ഒരു ഓർഗാനിസം ഡെഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് ലൈഫില്ല. ഒരു ഡെഡ് ബോഡി, പിന്നെ അതിന് ലൈഫില്ല. എന്താണ് ലൈഫ് എന്ന് പറഞ്ഞാല്, ലൈഫിനെ നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന നോക്കി. എന്താണ് ലൈഫ് എന്ന് പറയുന്നത് നോക്കി. ലൈഫ് ഈസ് എ യുണീക്, ലൈഫ് ഈസ് എ യുണീക് കോംപ്ലക്സ് ഓർഗനൈസേഷൻ ഓഫ് മോളിക്യൂൾസ് എക്സ്പ്രസിംഗ് ത്രൂ കെമിക്കൽ റിയാക്ഷൻസ്. ലൈഫ് എന്ന് പറയുന്നത് ഒരു യുണീക്ക് ആണ്. യുണീക്ക് എന്ന് പറഞ്ഞാൽ അതിന് മാത്രം അവകാശപ്പെട്ടത്, വേറൊരാൾക്കും അവകാശപ്പെടാത്തത്. ഒരു നോൺ ലിവിങ് തിങ്ങിന് ലൈഫ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്റെ കയ്യിലിരിക്കുന്ന ഈ പേനയ്ക്ക് ലൈഫ് ഉണ്ടോ? ഈ ബോർഡിന് ലൈഫ് ഉണ്ടോ? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബുക്കിന് ലൈഫ് ഉണ്ടോ? നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്ന മൊബൈലിന് ലൈഫ് ഉണ്ടോ? കമ്പ്യൂട്ടറിന് ലൈഫ് ഉണ്ടോ? ഇല്ല. ലൈഫ് എന്ന് പറയുന്നത് ഒരു യുണീക്ക് പ്രോപ്പർട്ടിയാണ്, അല്ലെ? ജീവനുള്ളവർക്ക് മാത്രം അവകാശപ്പെട്ട പ്രോപ്പർട്ടിയാണ് ലൈഫ് എന്ന് പറയുന്നത്. യുണീക്ക്, അതിന് മാത്രം, വേറൊന്നിനും അത് അവകാശപ്പെടാൻ പറ്റത്തില്ല. ഒരു യുണീക്ക് ആയിട്ടുള്ള കോംപ്ലക്സ് ഓർഗനൈസേഷൻ ഓഫ് മോളിക്യൂൾസ്. ആ ലൈഫ് സാധ്യമാകുന്നത് എങ്ങനെയാണ്? ചില മോളിക്യൂൾസ്, നമ്മുടെ ശരീരത്തിലുള്ള ചില മോളിക്യൂൾസ് ഓർഗനൈസ് ചെയ്യും, കൂടിച്ചേരും. കോംപ്ലക്സ് വളരെ സങ്കീർണമായ പ്രവർത്തനങ്ങളിലൂടെയാണ് സാധ്യമാകുന്നത്, അല്ലെ? ഒരു ലൈഫ് സാധ്യമാകുന്നത്
ഇപ്പൊ നമ്മുടെ ശരീരത്തിനകത്ത് ധാരാളം കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിനകത്ത് ധാരാളം കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള മോളിക്യൂളുകളുടെ ഓർഗനൈസേഷൻ നടക്കുന്നുണ്ട്. വളരെ സങ്കീർണമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. So complex organization of molecules expressing through chemical reaction. അങ്ങനെ ഓർഗനൈസേഷൻ നടക്കുന്നത് കെമിക്കൽ റിയാക്ഷൻസിലൂടെയാണ്, രാസപ്രവർത്തനങ്ങളിലൂടെയാണ്. നമ്മുടെ ശരീരത്തിനകത്ത് മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ ധാരാളം രാസപ്രവർത്തനങ്ങൾ നടക്കുന്നു, കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. ഈ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് ശരീരത്തിനകത്തുള്ള മോളിക്യൂളുകളുടെ ഓർഗനൈസേഷൻ, ഒരു കൂടിച്ചേരലാണ്. എപ്പോഴാണോ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഈ പറഞ്ഞ കെമിക്കൽ റിയാക്ഷൻ സ്റ്റോപ്പ് ആവുന്നത്, അപ്പോഴതിന്റെ അർത്ഥം നമ്മൾ ഡെത്ത് സംഭവിച്ചു, മരണം സംഭവിച്ചു. അപ്പൊ നമ്മുടെ ശരീരത്തിനകത്ത് കിടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മളെ പിടിച്ചു നിർത്തുന്നതെന്ന് അർത്ഥം. കെമിക്കൽ റിയാക്ഷൻസ് നല്ല രീതിയിൽ നടന്നുകൊണ്ട് പോവുകയാണെങ്കിൽ അതൊരു ലൈഫാണ്, യുണീക്ക് പ്രോപ്പർട്ടിയാണ്, ഒരു ലൈഫ് ആണെന്ന് പറയാം. അപ്പൊ ലൈഫ് എന്ന് പറയുന്നത് ഒരു യുണീക്ക് complex organization of molecules expressing through chemical reactions. ഈ പറഞ്ഞ മോളിക്യൂൾസുകളുടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ സാധ്യമാക്കുന്നത് കെമിക്കൽ റിയാക്ഷൻസിലൂടെയാണ്. അത്തരം കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് ലീഡ്സ് ടു, അത് നയിക്കുന്നു എന്തിലേക്ക്? ഇത്തരം കെമിക്കൽ റിയാക്ഷൻ ബോഡിയിൽ നടക്കുന്നത് എന്തിനൊക്കെ സഹായകമാകുന്നു? അതിലൂടെ ഗ്രോത്ത് നടക്കുന്നു, വളർച്ച. ഇപ്പോൾ നിങ്ങൾ വളരുന്നു. നിങ്ങൾ അമ്മയുടെ അമ്മ പ്രസവിച്ചിട്ട സമയത്ത് ഇത്രയായിരുന്നോ ഉണ്ടായിരുന്നേ? അല്ല, 2-3 കിലോ ഉള്ളായിരുന്നു. ഇന്നോ 45-50 കിലോയൊക്കെ ഉണ്ടായില്ലേ? ഈ വളർച്ചയിലോട്ട് നിങ്ങളുടെ ശരീരത്തിന്റെ മാസ് വച്ചു, നിങ്ങൾക്ക് സൈസ് വച്ചു, അല്ലെ? ഇതൊക്കെ സാധ്യമായത് നിങ്ങളുടെ ബോഡിക്കകത്ത് നടന്ന കെമിക്കൽ റിയാക്ഷൻസിലൂടെയാണ്. ഇത്തരം കെമിക്കൽ റിയാക്ഷൻസ് ബോഡിയിൽ നിരമ്പ്രതി മിനിറ്റുകൾക്കുള്ളിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ അതിലൂടെ ഗ്രോത്ത് സാധ്യമാകുന്നു, അതിലൂടെ നിങ്ങളുടെ ഡെവലപ്മെന്റ് സാധ്യമാകുന്നു. ഓരോ സ്റ്റെപ്പ് വൈസ് ആയിട്ട് നിങ്ങളിൽ എന്ത് നടക്കുന്നു? ഡെവലപ്മെന്റ് നടക്കുന്നു. റെസ്പോൺസീവ്നെസ്, നിങ്ങൾക്ക് എന്തിനുള്ള കഴിവുണ്ട്? റെസ്പോണ്ട് ചെയ്യാൻ, പ്രതികരിക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ ഒരു സോഷ്യൽ ആനിമൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കാനും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനും അതിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. നിങ്ങളെ ഒന്നിനോട് റെസ്പോണ്ട് ചെയ്യിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിനകത്ത് നടക്കുന്ന രാസപ്രവർത്തനങ്ങളാണ്. നിങ്ങളുടെ ശരീരത്തിനകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിന്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ് കിട്ടുന്നത്. ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻസാ. ബോഡിക്കകത്ത് നടക്കുന്ന, നമ്മുടെ കണ്ണിനകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസാ. ഒരു വലിയ ശബ്ദം കേൾക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ ആ ശബ്ദത്തിനോട് നമ്മുടെ ചെവി കൂർപ്പിക്കുന്നത് നമ്മുടെ ബോഡിക്കകത്ത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നതുകൊണ്ടാണ്, അല്ലെ? അപ്പൊ എല്ലാ പ്രവർത്തനങ്ങൾക്കും, എല്ലാ റെസ്പോണ്ടുകൾക്കും കാരണം കെമിക്കൽ റിയാക്ഷൻസ് തന്നെയാണ്. റെസ്പോൺസീവ്നെസ്, അഡാപ്റ്റേഷൻ. അഡാപ്റ്റേഷൻ എന്ന് വെച്ചാൽ ആ പൊരുത്തപ്പെടുക, ഒത്തുചേരുക, ഇണചേരുക എന്നൊക്കെ പറയാം. ആ ഇണകലർന്ന് പോവുക എന്നൊക്കെ പറയാം. ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ, ഒരു എൻവയോൺമെന്റിൽ ജീവിക്കുമ്പോൾ അവിടെ നടക്കുന്ന മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവ്, നമുക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് എപ്പോഴും ഒരുപോലെ ഇരിക്കത്തില്ല. ചുറ്റുപാടുകളിലെ എൻവയോൺമെന്റിലെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാം, മാറ്റങ്ങൾ ഉണ്ടാവാം. ചൂട് വരാം, തണുപ്പ് വരാം, മഴക്കാലം വരാം. ഈ പറഞ്ഞ എല്ലാ മാറ്റങ്ങളോടും നമ്മുടെ ബോഡിക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ അഡാപ്ഷൻ സാധ്യമാകുന്നത് നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിലൂടെയാണ്. ആൻഡ് റീപ്രൊഡക്ഷൻ, പ്രത്യുൽപാദനം നടക്കുന്നത്. ഈ ഭൂമിയിലെ ജീവന്റെ തുടർച്ചയ്ക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് റീപ്രൊഡക്ഷൻ. ഇത് സാധ്യമാകുന്നത് ബോഡിക്കകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിലൂടെയാണ്. ഇപ്പൊ മെയിൽ ആണെങ്കിൽ സ്പെം പ്രൊഡ്യൂസ് ചെയ്യണം, ഫീമെയിൽ ആണെങ്കിൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യണം. ഇവർ ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടന്ന്, ബീജസംയോഗം നടന്ന ഒരു സിക്താണ്ഡം, ഒരു സൈഗോട്ടൊക്കെ ഫോം ചെയ്യണം. ഇതൊക്കെ പലതരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അപ്പൊ ബോഡിക്കകത്ത് നടക്കുന്ന ഗ്രോത്ത് ആയിക്കോട്ടെ, ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, റെസ്പോൺസീവ്നെസ് ആയിക്കോട്ടെ, അഡാപ്റ്റേഷൻ ആയിക്കോട്ടെ, റീപ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം സാധ്യമാകുന്നത് ബോഡിക്കകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിലൂടെയാണ്. ഈ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് ചില മോളിക്യൂൾസുകളുടെ ഓർഗനൈസേഷൻ ആണ്. അതുകൊണ്ടാണ് ലൈഫ് നമ്മൾ യുണീക്ക് ആണെന്ന് പറയുന്നത്. ലൈഫ് എന്ന് പറയുന്ന ഒരു വളരെ യുണീക്ക് ആയിട്ടുള്ള ഒന്നാണ്. സാധ്യമാകുന്നത് ബോഡിക്കകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിലൂടെയാണ്. ഒരു ഐഡിയ എന്താണ് ലൈഫ് എന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നോക്കിയേ, വാട്ട് ഈസ് എ ലിവിംഗ് ഓർഗാനിസം? വാട്ട് ഈസ് എ ലിവിംഗ് ഓർഗാനിസം?
ഒരു ലിവിങ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലിവിങ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജീവി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജീവനുള്ള ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? A living organism is a പോയിന്റുകൾ നോക്കിയേ. A living organism is a self-replicating, evolving and self-regulating interacting system capable of responding to external stimuli. നമ്മുടെ ടെക്സ്റ്റ് ലിവിങ് ഓർഗാനിസത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ലിവിങ് ഓർഗാനിസം എന്ന് പറയുന്നത് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആണ്. റെപ്ലിക്കേറ്റിംഗ് എന്ന് പറഞ്ഞാൽ പകർത്തുക, അതുപോലെ ഉണ്ടാക്കുക. സെൽഫ് റെപ്ലിക്കേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്വയം പകർത്തുക എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ റീപ്രൊഡക്ഷൻ എന്നൊക്കെ പറയാം. നമ്മൾ മനുഷ്യർ അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങളെയാണ് ഉത്പാദിപ്പിക്കുന്നത്, വേറെ ആരുടെയോ അല്ലല്ലോ. ഒരു പട്ടി പ്രസവിക്കുന്ന പട്ടിക്കുഞ്ഞിനെയല്ലേ, അല്ല പൂച്ചക്കുഞ്ഞിനല്ലല്ലോ. ഒരു പാമ്പ് മുട്ടയിട്ട് ഇരിക്കുന്നത് പാമ്പിൻ കുഞ്ഞുങ്ങളെയാണ് അല്ലേ. അപ്പൊ എല്ലാ ജീവജാലങ്ങളും അവരുടെ സ്വഭാവത്തോടു കൂടിയ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കുന്നത്. അതാണ് സെൽഫ് റെപ്ലിക്കേറ്റിംഗ്, സ്വയം പകർത്തുക. അപ്പൊ ഒരു ജീവി അതിന്റെ വംശം നിലനിർത്തുന്നതിന് വേണ്ടി അതിന്റെ കുഞ്ഞുങ്ങളെയാണ് ഉത്പാദിപ്പിക്കേണ്ടത്. അതിനാണ് സെൽഫ് റെപ്ലിക്കേറ്റിംഗ്. റെപ്ലിക്കേറ്റ് എന്ന് വെച്ചാൽ പകർത്തുക, സെൽഫ് റെപ്ലിക്കേറ്റ് എന്ന് വെച്ചാൽ സ്വയം പകർത്തുക, അടുത്ത തലമുറയിലേക്ക് പോവുക എന്നർത്ഥം. സോ ലിവിങ് ഓർഗാനിസത്തിന് സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, സ്വയം പകർത്താനുള്ള എന്ന് പറഞ്ഞാൽ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിന്റെ വംശം നിലനിർത്താൻ അതിൻ്റെതായിട്ടുള്ള സ്വഭാവത്തോടു കൂടിയ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കാനുള്ള പ്രക്രിയ. ഇവോൾവ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇവോൾവ് എന്ന് വെച്ചാൽ ഇവല്യൂഷൻ, പരിണാമത്തിന് വിധേയമാകാനുള്ള കഴിവുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ ഭൂമിയിൽ മനുഷ്യൻ ഈ ഭൂമി ഉണ്ടായപ്പോൾ ആദ്യം ഉണ്ടായവരാണോ? അല്ല. ഈ ഭൂമി ഉണ്ടായപ്പോൾ വേറെ ജീവജാലങ്ങളാണ് ഉണ്ടായത്. നമ്മളൊക്കെ ഏറ്റവും അവസാനം പിന്നീടൊക്കെ ഉണ്ടായ ജീവജാലങ്ങളാണ്. ഈ ഭൂമിയിൽ നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ ജീവജാലങ്ങളും ഇവല്യൂഷന്റെ ഫലമായിട്ടുണ്ടായതാണ്, പരിണാമത്തിന്റെ ഫലമായിട്ടുണ്ടായതാണ്. നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ ഹ്യൂമൻ ഇവല്യൂഷൻ ഒക്കെ പഠിച്ചുകൊണ്ട് മനുഷ്യനിലെ പരിണാമം. ഇന്ന് നമ്മൾ ഈ കാണുന്ന നമ്മള് മോഡേൺ മാൻ, അതായത് ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത് വേറെ പല പല പൂർവികരിൽ നിന്നും ഇവല്യൂഷൻ നടന്നുണ്ടായവരാണ്. അതൊക്കെ നമ്മൾ ഇവല്യൂഷനെ കുറിച്ചൊക്കെ അടുത്ത വർഷം വളരെ ഡീറ്റെയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോ ജീവജാലങ്ങൾക്കെല്ലാം ഇവല്യൂഷന് വിധേയമാകാനുള്ള കഴിവുണ്ട്. പരിണാമം, മാറ്റങ്ങൾക്ക് വിധേയമാകണം എങ്കിലേ പുതിയ പുതിയ ജീവജാലങ്ങൾ ഉണ്ടാവുള്ളൂ. ഇവിടെ ഇവല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഭൂമി ഇല്ല. കുറെ കഴിയുമ്പോൾ ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും നശിച്ചു പോയാൽ പിന്നെ പുതിയ ഓർഗാനിസം ഇല്ലല്ലോ. അപ്പൊ പുതിയ പുതിയ ജീവജാലങ്ങൾ എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്ഷൻ അല്ല. ഒരു ജീവി അതിന്റെ സ്വഭാവത്തോടു കൂടിയ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കുന്ന പ്രക്രിയ റീപ്രൊഡക്ഷൻ. എന്നാൽ ഒരു സ്പീഷീസിൽ നിന്ന് മാറ്റം സംഭവിച്ച് പുതിയൊരു സ്പീഷീസ് ഫോം ചെയ്യുന്നതാണ് ഇവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ പുതിയ പുതിയ സ്പീഷീസുകൾ, പുതിയ പുതിയ ജീവവർഗങ്ങൾ ഉണ്ടാവുന്നത് നേരത്തെ ഉള്ള ജീവവർഗങ്ങൾ, ജീവജാലങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടാണ് ഇവല്യൂഷൻ. നമ്മളിലും ഇവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളിന്ന് പുതിയൊരു സ്പീഷീസ് ഫോം ചെയ്യാം ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ ഇവല്യൂഷന് നടക്കാൻ കഴിവുണ്ട്. ഇവല്യൂഷന് വിധേയമാകാൻ, പരിണാമത്തിന് വിധേയമാകാൻ, മാറ്റങ്ങൾക്ക് വിധേയമാകാൻ കഴിവുള്ളതാണ് ലിവിങ് ഓർഗാനിസം. And self-regulating interacting system and self-regulating interacting system. Self-regulating, സ്വയം റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവ്. സെൽഫ് റെഗുലേറ്റിംഗ്, നമ്മുടെ ശരീരത്തിനകത്തുള്ള പ്രവർത്തനങ്ങളെ റെഗുലേറ്റ് ചെയ്യാൻ നമുക്ക് തന്നെ ഒരു കഴിവുണ്ട്. ഞാൻ നേരത്തെ നമ്മൾ റെഗുലേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചു, കൺട്രോൾ സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചു, ന്യൂറൽ സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റവും അല്ലെ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് തന്നെയുണ്ട്. സെൽഫ് റെഗുലേറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ് ലിവിങ് ഓർഗാനിസം. അത് മനുഷ്യർ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും, സസ്യങ്ങൾക്കും, ആനിമൽസിനും, മൈക്രോ ഓർഗാനിസങ്ങൾക്കും എല്ലാവർക്കും ഒരു സെൽഫ് റെഗുലേറ്റിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. എങ്കിലേ അവർക്ക് ജീവിതം സാധ്യമാകുള്ളൂ. അപ്പൊ എന്തൊക്കെ കഴിവ്? ഒരു ലിവിങ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ അതിന് സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, സ്വയം പകർത്താനുള്ള, റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്, അതിന്റെ തന്നെ സ്വഭാവത്തോടു കൂടിയ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്, ഇവോൾവിംഗ്, പരിണാമത്തിന് വിധേയമാകാനുള്ള, മാറ്റങ്ങൾക്ക് വിധേയമാകാനുള്ള, പുതിയ പുതിയ സ്പീഷീസുകളെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്,
സെൽഫ് റെഗുലേറ്റിംഗ്, സ്വയം നിയന്ത്രിക്കാനുള്ള, ശരീരത്തിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. സെൽഫ് റെഗുലേറ്റിംഗ്. അതുപോലെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പ്രവർത്തനങ്ങളോട് നമ്മളെ തന്നെ എന്ത് ചെയ്യാവുന്ന പൊരുത്തപ്പെട്ട് കൊണ്ടുപോവുക. ഏതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യണം, ഏതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യണ്ട എന്നൊരു ഡിസിഷൻ എടുക്കാനുള്ള കഴിവൊക്കെ നമുക്കുണ്ട്. റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട്, അല്ലെ? ഒരു ബോധം എന്ന് പറയാം, ഒരു സ്വബോധം എന്നൊക്കെ പറയും. ഈ റെഗുലേറ്റിംഗ് ഇന്ററാക്റ്റീവ് സിസ്റ്റം, ഇന്ററാക്ട് ചെയ്യുക, മറ്റുള്ളവരുമായി ഇടപഴകുക. ഒരിക്കലും ഒരു ജീവിക്ക് ഇവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല, അല്ലെ? ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ തന്നെ മനുഷ്യ അല്ലെങ്കിൽ ആനിമൽസ്, നമുക്കിവിടെ ആനിമൽസ്, ഈ ഭൂമിയിൽ ആനിമൽസ് മാത്രമേ ഉള്ളായിരുന്നു വിചാരിക്കുക, ജീവിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നമുക്ക് ജീവവായു, നമുക്ക് ശ്വസിക്കാനുള്ള വായു, അതായത് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നത് പ്ലാന്റ്സ് ആണ്, അവരുടെ ഫോട്ടോസിന്തസിലൂടെ. അപ്പൊ സസ്യങ്ങൾ ഉണ്ടെങ്കിലേ ആനിമൽസ് ഉള്ളൂ, ആനിമൽസ് ഉണ്ടെങ്കിലേ പ്ലാന്റ്സും ഉള്ളൂ. നമ്മൾ വിട്ടുകൊടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ പ്ലാന്റ്സ് അവരുടെ ഫോട്ടോസിന്തസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ഡിപ്പെൻഡ് ആണ്. ഒരു ഇന്ററാക്റ്റീവ് സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ഒരു ലിവിങ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ അതൊരു സോഷ്യൽ ആനിമൽ ആണ്, സോഷ്യൽ ഓർഗാനിസം ആണ്. ഇന്ററാക്ട് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം, ഇന്ററാക്റ്റീവ് സിസ്റ്റം വേണം. അങ്ങനെ ഇന്ററാക്റ്റീവ് സിസ്റ്റം ഒക്കെ വരുമ്പോൾ അത് എന്തിന് സഹായിക്കുന്നു? കേപ്പബിൾ ആക്കുന്നു, ആ ലിവിങ് ഓർഗാനിസിനെ കഴിവുള്ളവരാക്കുന്നു. റെസ്പോണ്ടിങ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലൈ. സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ഉദ്ദീപനങ്ങൾ, നമ്മൾ ഡിസ്കസ് ചെയ്തു. പുറമേ നിന്നുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ബാഹ്യ ഉദ്ദീപനങ്ങളോട് റെസ്പോണ്ട് ചെയ്യാൻ, പ്രതികരിക്കാനുള്ള കഴിവുള്ളവരാക്കുന്നു അവരെ. അപ്പോൾ ഒരു ലിവിങ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ, സ്വയം പകർത്താൻ, അതിന്റെ തന്നെ സ്വഭാവങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കാനുള്ള കഴിവുള്ളവരാണ്. ഇവോൾവിങ്ങിന് വിധേയമാകാനുള്ള കഴിവുണ്ട്, പരിണാമങ്ങൾക്ക്, മാറ്റങ്ങൾക്ക് വിധേയമാകാനുള്ള കഴിവുള്ളവരാണ്. സെൽഫ് റെഗുലേറ്റിംഗ് ഇന്ററാക്റ്റീവ് സിസ്റ്റം, സ്വയം നിയന്ത്രിക്കാനും മറ്റുള്ളവരോടുമായി ഇന്ററാക്ട് ചെയ്യാൻ കഴിവുള്ള ഓർഗാനിസംസുമാണ്. അങ്ങനെയുള്ള ഈ കഴിവുകൾ അവരെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഈ സെൽഫ് റെഗുലേറ്റിംഗ് ഇന്ററാക്റ്റീവ് സിസ്റ്റം എന്തിന് സഹായിക്കുന്നു? capable of responding external stimuli, പുറമേ നിന്നുള്ള ഉദ്ദീപനങ്ങളോട് പ്രതികരിക്കാൻ അവരെ കഴിവുള്ളവരാക്കും. അപ്പോൾ ഒരു സെൽഫ് റെഗുലേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ, സ്വയം നിയന്ത്രിക്കാനുള്ള സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ പുറമേ നിന്നുള്ള ഉദ്ദീപനങ്ങളോട് പ്രതികരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞു ചിലതിനോട് നമ്മൾ പ്രതികരിക്കും, ചിലതിനോട് പ്രതികരിക്കത്തില്ല. അപ്പൊ ഏതിനോട് പ്രതികരിക്കണം, ഏതിനോട് പ്രതികരിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ബോഡിയാണ്. അതിനു വേണ്ടി നമ്മുടെ ശരീരത്തിനകത്ത് ധാരാളം കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ബോഡിയിൽ ഒരു റെഗുലേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ആ റെഗുലേറ്റിംഗ് സിസ്റ്റംസ് ആണ് നമ്മുടെ ബോഡിയെ എന്തിനോട്, പുറമേ നിന്നുള്ള ബാഹ്യ ഉദ്ദീപനങ്ങളോട് പ്രതികരിക്കാൻ കഴിവുള്ളവരാക്കുന്നത്. അപ്പോൾ സെൽഫ് ഇപ്പൊ ഇത്രമാത്രം പോയി. ഒരു ലിവിങ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ അതിന് സെൽഫ് റെപ്ലിക്കേറ്റിംഗിനുള്ള കഴിവ് വേണം. സെൽഫ് റെപ്ലിക്കേറ്റിംഗ്, ഇവോൾവിംഗ് ആൻഡ് സെൽഫ് റെഗുലേറ്റിംഗ് and capable of responding to external stimuli. സ്വയം പകർത്താൻ, റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ്, ഇവോൾവിംഗ്, പരിണാമം, മാറ്റത്തിന് വിധേയമാകാനുള്ള കഴിവ്, സ്വയം നിയന്ത്രിക്കാനുള്ള, സെൽഫായിട്ട് റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവ്. ആ സെൽഫ് റെഗുലേഷൻസിലൂടെ സാധ്യമാകുന്നതാണ് പുറമേ നിന്നുള്ള ബാഹ്യ ഉദ്ദീപനങ്ങളോട് പ്രതികരിക്കാനുള്ള കഴിവ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഒരു ലിവിങ് ഓർഗാനിസം എന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, എക്സ്പ്ലെയിൻ ചെയ്തത്. ഒന്നുകൂടെ പറയാം. ലിവിങ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ പോയിന്റ് എന്തൊക്കെയാണ്? സെൽഫ് റെപ്ലിക്കേറ്റിംഗ്, ഇവോൾവിംഗ് ആൻഡ് സെൽഫ് റെഗുലേറ്റിംഗ് ആൻഡ് റെസ്പോണ്ടിങ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലൈ. സെൽഫ് റെപ്ലിക്കേറ്റിംഗ്, സ്വയം പകർത്താൻ, റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ്. ഇവോൾവിംഗ്, മാറ്റങ്ങൾക്ക്, പരിണാമത്തിന് വിധേയമാകാനുള്ള കഴിവ്. സെൽഫ് റെഗുലേറ്റിംഗ്, സ്വയം നിയന്ത്രിതമാകാനുള്ള കഴിവ്. അതിലൂടെ ബാഹ്യ ഉദ്ദീപനങ്ങളോട് പ്രതികരിക്കാനുള്ള കഴിവ്. ഇത്രയും സാധ്യമാകുമ്പോഴാണ് അതിനെ നമുക്കൊരു ലിവിങ് ഓർഗാനിസമായി നിർവചിക്കാൻ, ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അത് നമ്മൾ പോകുന്നത് നമ്മുടെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഫസ്റ്റ് സെക്ഷനിലോട്ടാണ്. പ്രോപ്പർട്ടീസ് ഓഫ് ലിവിങ് ഓർഗാനിസം.
ജീവജാലങ്ങളുടെ സവിശേഷതകൾ, പ്രോപ്പർട്ടി, സ്വഭാവ ഗുണങ്ങൾ. ജീവജാലങ്ങളിൽ പ്രധാനമായും നമുക്ക് കാണാൻ കഴിയുന്ന സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? പ്രധാനമായും 5 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കൊച്ചു ക്ലാസ്സിലെ പഠിക്കും, ജീവനുള്ളവർ വളരുന്നു, ജീവനുള്ളവർ പ്രത്യുൽപാദനം നടത്തുന്നു, ജീവനുള്ളവർ റെസ്പയർ ചെയ്യുന്നു, ശ്വസിക്കുന്നു, ജീവനുള്ളവർ മൂവ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. നമ്മൾ അതൊക്കെ തന്നെയാണ് ഇവിടെ പഠിക്കുന്നത്. പക്ഷെ അതെല്ലാം വളരെ ആധികാരികമായി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, വളരെ സയന്റിഫിക്കലായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. പ്രോപ്പർട്ടീസ് ഓഫ് ലിവിംഗ് ഓർഗാനിസം, ജീവനുള്ളവരുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? 5 ഫീച്ചറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം പേരുകളെന്ന് പറയാം. സോ ഫീച്ചേഴ്സ് നോക്കിയേ. ഒന്നാമത്തെ ഫീച്ചർ ഗ്രോത്ത്, വളർച്ച. ഓരോന്നും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 5 പേരെന്ന് പറയാം. ജീവനുള്ളവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് വളരാനുള്ള കഴിവ്, ഗ്രോത്തിന് വിധേയമാകാനുള്ള കഴിവ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് റീപ്രൊഡക്ഷൻ, പ്രത്യുൽപാദനത്തിന് വിധേയമാകാനുള്ള കഴിവ്. അതിന്റെ തന്നെ കുഞ്ഞുങ്ങളെ, സ്വഭാവത്തോടു കൂടിയ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കാനുള്ള പ്രക്രിയ, റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ്. അടുത്തതായിട്ട് മെറ്റബോളിസം, മലയാളത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ എന്ന് പറയും. ശരീരത്തിനകത്ത് നടക്കുന്ന വിവിധ തരം രാസപ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങൾ, മെറ്റബോളിക് റിയാക്ഷൻസ്, ചുരുക്കി പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻസ്. മെറ്റബോളിസം നടക്കാനുള്ള, രാസപ്രവർത്തനങ്ങൾക്ക് വിധേയമാകാനുള്ള കഴിവ് ലിവിംഗ് ഓർഗാനിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്. സെല്ലുലാർ ഓർഗനൈസേഷൻ, ബോഡി നിർമ്മിതമായിരിക്കുന്ന സെല്ലുകൾ കൊണ്ടല്ലേ. ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ബോഡി നിർമ്മിച്ചിരിക്കുന്ന സെല്ലുകൾ കൊണ്ടാണ്. ഒരു ബോഡിയിൽ സെല്ല് ഇല്ല എന്ന് പറഞ്ഞാൽ അത് ലിവിംഗ് ഓർഗാനിസം അല്ല, അല്ലേ? അത് നോൺ ലിവിംഗ് തിങ് ആണ്. ജീവനുള്ള, ഫങ്ഷണൽ ആയിട്ടുള്ള, പ്രവർത്തനങ്ങൾക്ക് വിധേയമാക്കാൻ കഴിവുള്ള, പ്രവർത്തനങ്ങൾ നിലവണ്ണം നിർവഹിക്കാൻ കഴിവുള്ള സെല്ലുകളുള്ള ഒന്നൊരു ലിവിംഗ് ഓർഗാനിസമാണ്. എക്സാമ്പിൾ, നമ്മളെ മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പൂജയ്ക്ക് അപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ലിവിംഗ് ബീങ് എന്ന് വിളിക്കും, നമ്മളെ നോൺ ലിവിംഗ് തിങ് ഇല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പോഴും നമ്മുടെ ബോഡിയിൽ സെൽസ് ഉണ്ടല്ലോ. ഉണ്ട്, പക്ഷെ ആ സെൽസ് ഫങ്ഷണൽ അല്ല, പ്രവർത്തിക്കുന്നില്ല, ഡെഡ് സെല്ലായി മാറിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് പ്രവർത്തനം നടത്താനുള്ള, ഫങ്ഷണൽ ആയിട്ടുള്ള സെല്ലുകളുള്ള ഒന്നിനെയാണ് ലിവിംഗ് ഓർഗാനിസം എന്ന് പറയുന്നത്. അപ്പൊ സെല്ലുകൾ കൊണ്ട് ബോഡി നിർമ്മിതമാവുക, സെല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുക എന്ന് പറയുന്നത് ലിവിംഗ് ഓർഗാനിസത്തിന് മാത്രമുള്ള ഒരു ഫീച്ചറാണ്. ഈ കാണുന്ന എന്റെ കയ്യിലുള്ള ഈ പേന, ഇതൊരു നോൺ ലിവിംഗ് തിങ് ആണ്. ഇതിന്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്ന സെല്ലുകൾ കൊണ്ടല്ല. അപ്പൊ സെല്ലുകൾ കൊണ്ട് ബോഡി നിർമ്മിതമാവുക എന്ന് പറയുന്നത് ലിവിംഗ് ഓർഗാനിസത്തിന് മാത്രമുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ദെൻ കോൺഷ്യസ്നസ്, ബോധം, തിരിച്ചറിയാനുള്ള കഴിവ്, ചുറ്റുപാടുകൾ മനസ്സിലാക്കാനുള്ള കഴിവ്, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനുള്ള കഴിവ്, അവിടെയുള്ള പ്രവർത്തനങ്ങളോട് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ്, അല്ലെ? അത് ജീവജാലങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അത് പലതരത്തിലാണെന്നേ ഉള്ളൂ. നമ്മളെ ഒരാൾ അടിക്കാൻ ചിലപ്പോൾ നമുക്ക് ദേഷ്യം നമ്മൾ തിരിച്ചടിക്കും, ചിലപ്പോൾ നമുക്ക് അടിക്കാൻ പറ്റുമ്പോഴേന്ന് കരയും, അതൊക്കെ റെസ്പോൺസാണ്, അല്ലെ? ഈ ബ്ലാക്ക് ബോർഡിനെ അടിക്കുന്നു, അതിനെ തിരിച്ചടിക്കൂ. നിങ്ങളുടെ മുന്നിലിരുന്ന മൊബൈൽ ഫോൺ നിങ്ങൾ നിലത്തിട്ട് ഉടച്ചു കഴിഞ്ഞു, പൊട്ടിച്ചു, അത് റെസ്പോണ്ട് ചെയ്യോ? ഇല്ല. അപ്പൊ ജീവജാലങ്ങൾക്ക് മാത്രമുള്ള കഴിവാണ് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ്, അല്ലെ? പ്രതികരിക്കാനുള്ള കഴിവ്, ചുറ്റുപാടുകളെ സെൻസ് ചെയ്യാനുള്ള, തിരിച്ചറിയാനുള്ള കഴിവ്. ഇതിനൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? കോൺഷ്യസ്നസ്, ബോധം എന്ന് പറയാം, തിരിച്ചറിവ് എന്ന് പറയാം. അപ്പൊ ജീവനുള്ളവരുടെ ബേസിക് ആയിട്ടുള്ള 5 പ്രോപ്പർട്ടീസ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. 5 പ്രോപ്പർട്ടീസ് ഇങ്ങനെയാണ്: ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ ആൻഡ് കോൺഷ്യസ്നസ്. ആദ്യ 5 പേരുകളൊന്നും മനസ്സിലാക്കുക, ഗൃഹസ്ഥമാക്കി പഠിക്കുക. ഓക്കെ, 5 പ്രോപ്പർട്ടീസ് പേരുകൾ ഒന്ന് പഠിക്കുക: ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ
ആൻഡ് കോൺഷ്യസ്നസ്. ഇനി നമ്മൾ അടുത്ത ഇതില് സെക്ഷനിൽ ഈ ഓരോ പ്രോപ്പർട്ടിയും എടുത്തു വെച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യും. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നടക്കുന്നത്, അതിന്റെ ബേസിക് ഇവന്റുകൾ എന്തൊക്കെയാണ്, റീപ്രൊഡക്ഷന്റെ പ്രോസസ്സുകൾ എങ്ങനെയാണ്, മെറ്റബോളിസം എങ്ങനെയാണ്, ഇതെല്ലാം വളരെ കുറച്ച് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ പഠിക്കാൻ പോവുകയാണ്. കുറച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടല്ല എങ്കിൽ കുറച്ച് നിങ്ങൾക്ക് അറിയേണ്ട നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്ന് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമാണ് എടുത്തത്. നമ്മുടെ പഠിക്കാനുള്ള ഫസ്റ്റ് ഇയർ സൂളജി പഠിക്കാനുള്ള എല്ലാ ചാപ്റ്ററുകളെയും നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി. അതിനോടൊപ്പം ഫസ്റ്റ് ചാപ്റ്റർ എന്താണെന്ന്, അതിന്റെ ഉള്ളടക്കം എന്താണ്, അതിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത്, തുടക്കത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളൊരു ഓഫ്ലൈൻ പ്രോഗ്രാമിൽ നിന്ന് മാറി ഒരു ഓൺലൈൻ പ്രോഗ്രാമാണ് നമ്മൾ നടത്തുന്നത്. ഓൺലൈൻ ക്ലാസ്സുകളെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എല്ലായ്പ്പോഴും ഒരു ഓഫ്ലൈൻ ക്ലാസ്, നിങ്ങളൊരു ക്ലാസ് റൂമിൽ ഇരുന്ന ഒരു അധ്യാപകനിൽ നിന്ന് നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് പകരം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് കൊണ്ട് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ ഈ കോവിഡ് പാൻഡമിക്കിന്റെ ഇതിൽ നമുക്ക് ആകെയുള്ള ഒരു റെമഡി എന്ന് പറയുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ 10ാം ക്ലാസ്സിന് കഴിഞ്ഞു വളരെ സീരിയസ് ആയിട്ടുള്ള +1 സയൻസ് എന്ന് പറയുന്ന +1 +2 എന്ന് പറയുന്ന നിങ്ങളുടെ മുന്നോട്ടുള്ള ഭാവിയെ തീരുമാനിക്കുന്ന ഒരു മേഖലയിൽ എത്തിപ്പെടുമ്പോൾ അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സ് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ക്ലാസ് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മനസ്സിലാക്കുക. വെറുതെ ഓൺ ചെയ്ത് നോക്കി അങ്ങ് മാറ്റുന്ന പരിപാടി നടത്തരുത്. ഫുള്ള് ക്ലാസ് ഫുൾ ടൈം ഇരുന്ന് 2 or 3 പ്രാവശ്യമൊക്കെ കാണുക. അവിടെ സ്വന്തമായി കാണുമ്പോൾ ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യുക. വരുന്ന ഡൗട്ടുകൾ നോട്ട് ചെയ്യുക. അത് വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ അധ്യാപക എന്റെ ക്ലാസ് ആണെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കുകയോ വാട്സപ്പിലൂടെയോ അത് ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുള്ള ശ്രമം നടത്തുക. ഈ ഒരു പ്രോഗ്രാമിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു കോവിഡ് പാൻഡമിക്കിലെ എഡ്യൂക്കേഷനെ ഓവർകം ചെയ്യാൻ, അതിജീവിക്കാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പം പറഞ്ഞ കാര്യങ്ങൾ നല്ലതായി മനസ്സിലായി വിചാരിക്കുന്നു. നല്ല രീതിയിൽ എല്ലാ സബ്ജക്റ്റുകളെയും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനുള്ള ശ്രമം നടത്തുക. അടുത്ത ക്ലാസ്സിൽ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം.